ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തനി നാടൻ രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു 400 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 8 മണിക്കൂർ കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചതിന് ശേഷം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തരിയോടുകൂടി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് അരിക്കാതെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ അരിയും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തരിതരിപ്പോട് കൂടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരയൊന്ന് പാവാക്കി മാറ്റി വെക്കാം. ഞാനിവിടെ 600 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ച് വെക്കാം. പിന്നെ അപ്പത്തിലേക്ക് ചേർക്കേണ്ട തേങ്ങാക്കൊത്ത് കൂടി വറുത്ത് മാറ്റി വെക്കാം. ഇനി അപ്പത്തിൻ്റെ കൂട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഒരു 200 ഗ്രാം മൈദ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇളം ചൂടോടുകൂടി തന്നെയാണ് ഇത് ഒഴിക്കുന്നത്. നമ്മൾക്ക് കൈകൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിൽ ആ ഒരു ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ. ഇത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. ഇനി ഇത് കട്ടി കൂടിപ്പോയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ശർക്കരക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടാകും. അങ്ങനെയുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതൊരു 2-3 മണിക്കൂർ വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഞാൻ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ എള്ള് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പക്കാരയാണുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എണ്ണ പോകുന്നതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് എടുത്തു വെക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം.